ഹായ് സ്റ്റുഡൻസ്, ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സിൻ്റെ ഒരു ഡെമോ സെഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കോഴ്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഡെമോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ ഫൗണ്ടേഷൻ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്, നമ്മൾ എന്താ പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡെമോ സെഷനിൽ നോക്കാൻ പോകുന്നത്. എന്നെ പരിചയമില്ലാത്ത ആളുകൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് എഞ്ചിനീയർ മുഹമ്മദ് റാഫി എന്നാണ്. ഞാനൊരു ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ. ഞാൻ എൻ്റെ ഡിഗ്രി ഉള്ളത് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗിലാണ്. ജോലിയുടെ ഭാഗമായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ വർക്കുകൾ ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. മൈ ബെറ്റർ ഹോം സിവിൽ എഞ്ചിനീയർ മലയാളം, ഇങ്ങനെ 2 പ്ലാറ്റ്ഫോമുകൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മൈ ബെറ്റർ ഹോം പബ്ലിക് ആയിട്ടുള്ള ഏകദേശം 6,75,000 ഫോളോവേഴ്സ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. സിവിൽ എഞ്ചിനീയർ മലയാളം സിവിൽ എഞ്ചിനീയേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 80,000-ഓളം സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഞാൻ നടത്തുന്ന അക്കാഡമിയാണ് സിവിൽ സ്കിൽസ് അക്കാഡമി. അതിൽ നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന കോഴ്സാണ് ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കോഴ്സിൽ നമ്മൾ 7 മൊഡ്യൂളുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളുകളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇത് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്നും അറിയാത്ത ആൾ, ഈ ഫീൽഡിനെ കുറിച്ച് ബേസ് ഒന്നും അറിയാത്ത ആൾ, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇൻറ്റീരിയർ ഡിസൈൻ പഠിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്ന ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ നോളജ്, മൗസ് ഏതാ കീബോർഡ് ഏതാന്നുള്ള ആ ഒരു നോളജ് മാത്രം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഡിസൈനുകൾ ചെയ്യുന്നത്. കാരണം നമുക്കതിൻ്റെ 3D കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഡെഫിനറ്റായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിന് എത്രത്തോളം സ്പെക്കുള്ള അല്ലെങ്കിൽ എത്ര വിലയുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതിന് പല അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നിലവിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സാഹചര്യം അനുസരിച്ച് മിനിമം 3D സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള i3 പ്രോസസ്സറുള്ള മിനിമം ഒരു 8 GB റാം ഉള്ള മിനിമം ഒരു 2 GB ഗ്രാഫിക്സ് ഉള്ള കമ്പ്യൂട്ടറെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. 3 കോഴ്സുകളാണ് നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്യുന്നത്. അതിൽ ഒന്ന് ഈ കാണുന്ന ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ ആണ്, മറ്റൊന്ന് 3ds Max സോഫ്റ്റ്വെയർ ആണ്, മറ്റൊന്ന് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ആണ്. ഈ 3 സോഫ്റ്റ്വെയറും നമ്മൾ ഈ കോഴ്സിൽ നിങ്ങളെ ഭംഗിയായിട്ട് അതിൻ്റെ ബേസ് മുതൽ നല്ല രീതിയിൽ പഠിപ്പിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ക്ലാസ് മുഴുവനായിട്ടും ഓൺലൈൻ സെഷൻസ് ആണ്, റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ക്ലാസ് രാവിലെ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വൈകിട്ടും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ റെക്കോർഡഡ് ആയിരിക്കും. ഡൗട്ട് സപ്പോർട്ടും നമ്മൾ നൽകുന്നുണ്ടാവും. ഓരോ മൊഡ്യൂളിലും നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ പോകുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് നിങ്ങളിപ്പോൾ ഉള്ള പ്രൊഫഷനിൽ നിന്നും ഒരു ഇൻറ്റീരിയർ ഡിസൈൻ പ്രൊഫഷനിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, തേർഡ് സ്റ്റെപ്പ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്ന ഒരു തിയററ്റിക് ആയിട്ടുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. എന്താണ് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ, അയാൾ ചെയ്യുന്ന ജോലികൾ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിസൈൻ എലമെൻസും പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആ ഒരു സ്പേസ് പ്ലാൻ ചെയ്യാന്നുള്ളത്. അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യാന്നുള്ളത് ചുമ്മാ ഒരു ക്ലാസ്സായിട്ട്, ഒരു ഡ്രൈ ക്ലാസ്സായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ്. നിങ്ങൾക്കിപ്പം കാര്യങ്ങൾ വിശദമാക്കി തരുന്ന ക്ലാസ്സുകൾ, തിയറി ക്ലാസ് ഫസ്റ്റിലുണ്ടാവും. എന്നാൽ അത് വെച്ച് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്കുകൾ, പലതരത്തിലുള്ള തീമുകളുണ്ട് നമുക്കറിയാം അല്ലേ. കണ്ടംപററി സ്റ്റൈൽ തീം ഉണ്ട് നമുക്കറിയാം. അപ്പോൾ കണ്ടംപററി സ്റ്റൈലാണെങ്കിൽ ആ ഒരു കണ്ടംപററി സ്റ്റൈലുള്ള ഒരു വീടിൻ്റെ വീഡിയോ കാണിച്ചിട്ട് അതിൽ എന്തൊക്കെ എലമെൻറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നു. അതിനുശേഷം ഒരു മോഡേൺ സ്റ്റൈലാണ് നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക, ഏതൊക്കെ കളർ പാറ്റേൺസ് ആണ് ആ ഒരു സ്റ്റൈലിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് മോഡേൺ സ്റ്റൈലിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. പിന്നീട് നിങ്ങൾ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു സ്കാൻഡിനേവിയൻ സ്റ്റൈലിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്കാൻഡിനേവിയൻ്റെ ആംബിയൻസ് എങ്ങനെയാണ്, അവിടെ ഉപയോഗിക്കുന്ന കളർ കോഡ്സ് ഏതൊക്കെയാണ്, അവിടെ ഉപയോഗിക്കുന്ന പാറ്റേൺസും മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളെ ഒരു വീഡിയോ വെച്ച് റിയൽ പ്രൊജക്റ്റുകൾ കാണിച്ച് തന്നിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആർക്കിടെക്റ്റുകളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വർക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏകദേശം ഒരു 10-35ഓളം ആർക്കിടെക്റ്റുകളുമായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു. പലരും പല രീതിയിൽ ചിന്തിക്കുന്ന ആർക്കിടെക്റ്റുകളാണ്.
മെയിൻ സ്ട്രീം ആർക്കിടെക്റ്റുകളാണ്. അവരുടെ വർക്കുകളിൽ കൊണ്ടുവരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെ എനിക്ക് ഈ കോഴ്സിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള വലിയ ആർക്കിടെക്ചറൽ സ്ഥാപനങ്ങളുടെ പ്രൊജക്റ്റുകൾ നമ്മൾ ഈ കോഴ്സിന് വേണ്ടിയിട്ട് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്, അവർ ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ഓരോ മെറ്റീരിയലും ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വീഡിയോ വെച്ചിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു സ്റ്റൈൽ അധികം ചെയ്യുന്നില്ല, വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ സ്റ്റൈല് വേറൊരു സ്റ്റൈലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ സ്റ്റൈലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പക്ക ആ സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കണ്ടന്റുകൾ നമ്മൾ ഇന്ത്യക്ക് വെളിയിലുള്ള റെഫറൻസ് എടുത്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളൊരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പം ഓരോ സ്റ്റൈലിൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ എലമെൻറ്റ്സ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കാര്യം ഞാൻ നോക്കാം. ഇൻറ്റീരിയർ ഡിസൈൻ പഠിക്കുന്ന ഏതൊരാളും നോക്കൂ, നമുക്ക് 7ഓളം ഇൻറ്റീരിയർ ഡിസൈൻ പ്രിൻസിപ്പിൾസ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നുണ്ട്. ആ ഓരോ പ്രിൻസിപ്പിൾസും എന്താണ്, ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, യൂണിറ്റി ആൻഡ് ഹാർമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, റിഥം എന്താണ്, എംഫസിസ് എന്താണ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. ഇതാണ് ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നത് തുടങ്ങി നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ഡ്രോ വരയ്ക്കണം എന്ന് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. അതായത് നിങ്ങളൊരു സൈറ്റിൽ പോയിട്ട് അളവെടുക്കുകയാണെങ്കിൽ അളവെടുക്കുമ്പം എങ്ങനെയാണ് നിങ്ങൾ അളവെടുക്കേണ്ടത് എന്നതിൻ്റെ കാര്യം വരെ നമ്മുടെ ക്ലാസ്സിൽ സംസാരിച്ച് പോകുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ. സോ നമ്മൾ ഇതൊരു സൈറ്റിൽ ചെന്നിട്ട് അളവെടുക്കുന്ന സമയത്ത് നമ്മുടെ മെഷറിംഗ് ടേപ്പിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, വിദേശത്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഓഡിയോ ഞാൻ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളൊരു സൈറ്റിൽ പോയിട്ട് ഒരു ബെഡ്റൂമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ സീനിൻ്റെയോ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ മെഷർമെൻറ്റുകൾ എടുക്കുന്നത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പിൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടെന്നുള്ള ക്ലാസ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അളവെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി നമ്മുടെ 2D ലേഔട്ടുകൾ വരയ്ക്കുകയാണ്. ഈ 2D ലേഔട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോക്യാഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഓട്ടോക്യാഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്താണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ബേസ് തൊട്ട് 0th ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച്, ഇപ്പോൾ ലൈൻ ടൂളാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ലൈൻ എങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ സർക്കിൾ ടൂൾ എടുത്തിട്ട് സർക്കിൾ എങ്ങനെ വരയ്ക്കാം എന്നത് തുടങ്ങിയിട്ട് നമുക്കൊരു 3D ഡ്രോയിങ്സിനെ 2Dയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് വ്യൂ, ടോപ്പ് വ്യൂ, ഐസോമെട്രിക് വ്യൂ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസ് എങ്ങനെ ഓട്ടോക്യാഡിൽ വരയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു പോകുന്നു. ഓട്ടോക്യാഡിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ആവശ്യം വേണ്ട ടൂളുകളൊക്കെ പഠിപ്പിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കോഴ്സിൽ ഓട്ടോക്യാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ല പഠിക്കുന്നത്, നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനാണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ ഓട്ടോക്യാഡിൽ അനവധി ടൂളുകൾ പഠിച്ചു വെച്ചതുകൊണ്ട് ഈ ഇൻറ്റീരിയർ ഡിസൈൻ പ്രൊഫഷനിൽ യാതൊരു കാര്യമില്ല. വളരെ സത്യമാണ് ഗൈസ്, നിങ്ങൾ ഓട്ടോക്യാഡ് മുഴുവൻ പഠിച്ചതുകൊണ്ടും ഇൻറ്റീരിയർ ഡിസൈനിൽ യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ, ഇതൊരു വാർഡ്രോബ് ആണെങ്കിൽ ആ വാർഡ്രോബിൻ്റെ സ്പേസ് എങ്ങനെയാണ്, ആ വാർഡ്രോബിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ്, ഡിസൈൻ എങ്ങനെ ചെയ്തിരിക്കുന്നു, അതിൻ്റെ സ്പേസ് നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു, അതെന്തൊക്കെ മെറ്റീരിയൽ വെച്ച് പണിതിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓട്ടോക്യാഡിൽ റിപ്രസെൻറ്റ് ചെയ്യാൻ അറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ആവാൻ സാധിക്കുള്ളൂ. ഓട്ടോക്യാഡ് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനർ ആവാൻ കഴിയില്ല. നോക്കൂ, ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ബെഡിൻ്റെ ഹെഡ് ബോർഡിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ആ ഹെഡ് ബോർഡിലേക്ക് വരുമ്പം ഓരോന്നിൻ്റെയും സൈസ് എത്ര കൊടുക്കണം, അത് എങ്ങനെയാണ് നൽകേണ്ടത്, എത്രയാണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത്, ഏതൊക്കെ മെറ്റീരിയലാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിന് എത്രത്തോളം മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ആവാൻ സാധിക്കുള്ളൂ. സോ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് എഴുതാനും ഈ ഒരു മൾട്ടി ലീഡർ വെക്കാനും എന്തൊക്കെ ടൂളുകൾ അറിയണം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. ദെൻ ബാക്കി മുഴുവനും നമ്മൾ നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഡ്രോയിങ്ങുകളാണോ ഒരു ഇൻറ്റീരിയർ ഡിസൈനർക്ക് ആവശ്യമുള്ളത്, ആ ഡ്രോയിങ് ആണ് പഠിപ്പിക്കുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് ടു ദ സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്ത കോഴ്സ് ഓട്ടോക്യാഡ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സായിരുന്നു. ആ ഒരു കോഴ്സിലും നമ്മൾ സെയിം മെക്കാനിസം ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓട്ടോക്യാഡ് സോഫ്റ്റ്വെയർ അല്ല പഠിച്ചത്, പകരം നമ്മൾ പഠിച്ചിരിക്കുന്നത് വർക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ആ ഒരു കോഴ്സ് ഉപകാരപ്പെട്ടു. ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഓട്ടോക്യാഡിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഇൻറ്റീരിയർ ഡിസൈൻ ആവശ്യമായിട്ടുള്ള ലേ ഔട്ടുകളും ഡയമെൻഷനിങ്ങുമാണ് ചെയ്യാൻ പഠിക്കുക. അതിനുശേഷം നമ്മുടെ മൊഡ്യൂളിലേക്ക് വന്നാൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ
ഇൻറ്റീരിയർ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചുമ്മാ വരച്ച് ഒരു ക്ലയൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിന് അതൊരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. ക്ലയൻറ്റിന് ഒരു കോൺട്രാക്ടർ ആവശ്യമുണ്ടാവും. അപ്പോൾ ആ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യമുള്ളത് സ്പെസിഫിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇത് ഏത് മെറ്റീരിയലാണ്, ഇത് ഏത് മെറ്റീരിയൽ വെച്ച് ചെയ്യണം, ഏത് കളർ ഉപയോഗിക്കണം, ഏത് ഷെയ്ഡ് ഉപയോഗിക്കണം, ഏത് ഷെയ്ഡ് കോഡ് ഉപയോഗിക്കണം എന്നുള്ളത്. ഈ കാര്യങ്ങൾ നമ്മുടെ കോഴ്സുകൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇൻറ്റീരിയർ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതിൽ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഇൻറ്റീരിയറിൽ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ഏതാണ്, എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽസ് ഏതാണ്, ടെർമൈറ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് ഏതാണ്, ബോർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, അങ്ങനെ സർഫസ് ഫിനിഷുകൾ ഏതൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ ബ്രാൻഡുകൾ അതിനു വേണ്ടി ഉപയോഗിക്കാം, ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു ഈവൻ ഒരു 6 മാസമെങ്കിലും നിങ്ങളൊരു ഇൻറ്റീരിയർ സ്ഥാപനത്തിൽ പോയി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഒരു മൊഡ്യൂളായിട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 4ാമത്തെ മൊഡ്യൂൾ കളർ തിയറി ആൻഡ് ആപ്ലിക്കേഷനാണ്. ഇൻറ്റീരിയർ ഡിസൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കളർ തിയറി പഠിക്കുക എന്നുള്ളത്. ഓരോ മൂഡിനനുസരിച്ചിട്ട് ഏതൊക്കെ കളറുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഓരോ വർക്കിനും അല്ലെങ്കിൽ ഓരോ സ്റ്റൈലിനും ഏതൊക്കെ കളറുകളാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. 5ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് 3D സോഫ്റ്റ്വെയർസ്. നമ്മൾ പഠിക്കുന്നത് 3ds Max സോഫ്റ്റ്വെയർ ആണ്. ഇന്ന് 3D ചെയ്യാവുന്നതിൽ ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ള സോഫ്റ്റ്വെയർ 3ds Max ആണെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. സ്കെച്ചപ്പ് പോലെയുള്ള സോഫ്റ്റ്വെയർസ്, ബ്ലെൻഡർ, സ്കെച്ചപ്പ് പോലുള്ള സോഫ്റ്റ്വെയർസൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ വൈഡ്ലി ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സോഫ്റ്റ്വെയർ 3ds Max ആണ്. അതാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത്. 3ds Max ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പം നിങ്ങളിപ്പം ഈ സ്ക്രീനിൽ കാണുന്ന സോഫ്റ്റ്വെയർ 3ds Max സോഫ്റ്റ്വെയർ എന്താണെന്ന് നിങ്ങളെ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ബെഡ്റൂം സീന് ചെയ്തിരിക്കുന്ന ഒരു 3ds Max സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്ന സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ 3ds Maxൻ്റെ കംപ്ലീറ്റ് ടൂൾസും പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാസം സമയം അതിന് മാത്രം ആവശ്യമായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാൻ 3ds Max സോഫ്റ്റ്വെയർ അല്ല നിങ്ങളെ ഈ കോഴ്സിലൂടെ പഠിപ്പിക്കുന്നത്. പകരം 3ds Maxൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനർക്ക് തൻ്റെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിൽ കൂടുതൽ ശ്രദ്ധിച്ച് നമ്മുടെ വർക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇതിൽ 1-2 പ്ലഗിനുകളുണ്ട്. അത്തരത്തിലുള്ള പ്ലഗിനുകളാണ് വിറേ, കൊറോണ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത്. അതായത് ഈ 3ds Maxൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 3D മോഡലുകളാണ്. ഇത് നമ്മുടെ ഒരു കസ്റ്റമർക്ക് അയാളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 2D ഔട്ട്പുട്ടാക്കി നമുക്ക് റെൻഡർ ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലഗിനുകളാണ് ഈ വിറയും കൊറോണയും ഒക്കെ. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു സീന് ഞാനൊന്ന് റെൻഡർ ചെയ്ത് കാണിക്കാം. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് റെൻഡർ ചെയ്ത് കാണിക്കാം. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിറയും കൊറോണയും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൊറോണ എന്ന് പറയുന്ന റെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സീന് റെൻഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പൊതുവെ 3ds Maxൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്പം ക്ഷമയുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണിത്. ഇതിന് സമയമെടുക്കും, ഇതിൻ്റെ ഔട്ട്പുട്ട് റെൻഡറായിട്ട് വരാനുള്ള സമയമെടുക്കും. ആ ഒരു സമയം നമ്മൾ ക്ഷമയോടുകൂടെ കാത്തിരുന്നേ മതിയാവുള്ളൂ. അപ്പോൾ ഒരു അല്പസമയം നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റെൻഡർ ഔട്ട്പുട്ട് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ റെൻഡർ ഔട്ട്പുട്ട് ഒരു 2D ഇമേജസ് ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം. കൊറോണയിൽ ചെയ്യുമ്പം റെൻഡറിങ് ഔട്ട്പുട്ടിന് വേറൊരു സ്റ്റൈലും വേറൊരു ഫീലും ആയിരിക്കും. എന്നാൽ വിറയിൽ ചെയ്യുമ്പം റെൻഡറിങ് ഔട്ട്പുട്ടിന് വേറൊരു സ്റ്റൈലും വേറൊരു വിറയായിരിക്കും. അപ്പോൾ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആവശ്യമായിട്ടുള്ള സെറ്റിങ്സുകൾ, എസെൻഷ്യൽ ആയിട്ടുള്ള സെറ്റിങ്സുകൾ, മെറ്റീരിയൽസ് ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഔട്ട്പുട്ടിലേക്ക് ഇതിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ മാറ്റി വേറൊരു ഡിസൈനിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ ഡോട്ടുകൾ കാണാം. ഇതിനെ നോയ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കുറച്ചൊരു പെർഫെക്റ്റ് ക്ലിയർ ആയിട്ടുള്ള പിക്ചറാക്കി മാറ്റാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമ്മുടെ ക്ലാസ്സിനകത്ത് കടന്നു പോകുന്നുണ്ട്. അതിന് ഒരുപാട് സമയം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഒരു റെൻഡറിങ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി വിറയിൽ വരുന്ന വേറൊരു റെൻഡറിങ് ഞാൻ നിങ്ങളെ കാണിക്കും. ഇത് വിറയിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമിൻ്റെ സീനാണ്. ഇതിൽ നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊറോണയിൽ കണ്ടതിനേക്കാളും വേറൊരു ആംബിയൻസിലുള്ള ഒരു റെൻഡർ എഫക്റ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഇതാണ് വിറയുടെ ആ ഒരു റെൻഡർ ഫ്രെയിം ബഫർ എന്ന് പറയുന്നത്. അതായത് റെൻഡർ ചെയ്യുന്ന ആ ഒരു വിൻഡോ ഉണ്ട്, അതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫീലിലായിരിക്കും ഈ ഒരു റെൻഡർ സീന് വരിക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കാണാം. ഇതാണ് ഇതിൻ്റെ റെൻഡർ എഞ്ചിന്. ഇത് കംപ്ലീറ്റ്
ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മുടെ കസ്റ്റമർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഔട്ട്പുട്ട് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഫീല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യാറുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഫോട്ടോഷോപ്പ്. ഉദാഹരണത്തിന് ഞാൻ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ കാണിക്കാം. ഈ ഒരു സീനിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് കാണിക്കാം. ഇത് റെൻഡർ ആവുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷമുള്ള ക്ലിപ്പ് നിങ്ങളെ കാണിച്ചു തരാം. സോ ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 10-15ഓളം മിനിറ്റ് വെയിറ്റ് ചെയ്തു ഈ ഒരു ഇൻറ്റീരിയർ സീന് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യണോ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങൾ ഡെമോ കാണിക്കാൻ വേണ്ടി ഞാനൊരു 15 മിനിറ്റ് ഒരു മീഡിയം ടൈപ്പ് ക്വാളിറ്റിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സീന് കുറച്ചിങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പിക്സൽസ് ഒക്കെ ഇവിടെ ഇങ്ങനെ പൊട്ടിയതായിട്ടൊക്കെ കാണാം. അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഫൈനൽ റെൻഡറിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജസ് തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് നമ്മളുടെ റെൻഡറിങ് പ്രോസസ്സ് അവസാനത്തേക്ക് അടുക്കുകയാണ്. അവസാനത്തെ ആ പിക്സൽസും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2D ഔട്ട്പുട്ട് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും പലപ്പോഴും നമ്മൾ വിചാരിച്ച ആ ഒരു ഫിനിഷിങ് ഇതിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും. അതിനാണ് നമ്മൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത്. സോ ഞാനിപ്പം ഈ ഒരു സീന് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റെൻഡർ 111 എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. JPEG ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓവർറൈഡ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതിനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുക. ഇതാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ടൂളുകളും നിങ്ങൾ ഈ കോഴ്സിലൂടെ പഠിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ റെൻഡർ ചെയ്തിരിക്കുന്ന ഇമേജ് ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ റെൻഡർ ചെയ്തിരിക്കുന്ന ഇമേജ്. ഇതാണ് ക്യാമറ റോ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ബേസിക് എന്ന് പറയുന്ന ഭാഗത്ത് ഒരുപാട് ടൂളുകൾ കാണാം. അത് വെച്ചിട്ട് ഞാൻ ഈ റെൻഡർ സീനിൻ്റെ ആ ഒരു ആംബിയൻസ് ചേഞ്ച് ചെയ്യുന്നത് നോക്കൂ. അതേപോലെ ഇതിന് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ലൈറ്റ് ഇഷ്യൂസ് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ സാച്ചുറേഷൻ ലെവൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ സീനിനെ ഒന്ന് ലൈറ്റിംഗ് എൻഹാൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ ഓക്കെ അടിച്ചുകൊണ്ട് ഈ ഒരു സീന് കുറച്ചുകൂടെ നല്ലൊരു റെൻഡർ സീനിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മളുടെ ക്ലയൻറ്റിൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഒരു റെൻഡർ പ്രൊഡക്ഷനിലൂടെ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത്. എങ്ങനെ നമ്മുടെ ഒരു ഇമേജിനെ എൻഹാൻസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇമേജ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ഈ ഒരു ലൈറ്റ് ഒക്കെ വളരെ കുറഞ്ഞ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഇതിനകത്ത് ലൈറ്റുകൾ ആഡ് ചെയ്ത് കുറച്ചുകൂടി തെളിച്ചുള്ളൊരു ഇമേജ് ആക്കി മാറ്റി. സോ ഇതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ എലമെൻ്റ് ആണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഇതിലുള്ള എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നിക്കുകളും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. സോ ഈ ഒരു കോഴ്സ് ഇൻറ്റീരിയർ ഡിസൈൻ ഫൗണ്ടേഷൻ കോഴ്സാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ തന്നെ നമുക്ക് 3 ടൈപ്പ് കോഴ്സുകൾ അവൈലബിൾ ആകുന്നുണ്ട്. ഓരോ കോഴ്സിൻ്റെയും വ്യത്യാസം എന്താണ്, അതിൽ ഉൾപ്പെടുന്ന ചാപ്റ്റേഴ്സിൻ്റെ വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് സംസാരിക്കാം. നമ്മൾ ഇതുവരെ സംസാരിച്ച് വന്നത് ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഫൗണ്ടേഷൻ കോഴ്സാണ്. അതായത് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന കോഴ്സാണ് ഇൻറ്റീരിയർ ഡിസൈൻ ഫൗണ്ടേഷൻ കോഴ്സ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടൈം കോഴ്സാണ്. 2 മാസമേ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ. ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് 3 മാസത്തെ ഡൗട്ട് സപ്പോർട്ട് ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞൊരു ഫീസിൽ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പഠിക്കാൻ സാധിക്കും. നിലവിൽ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിന് തീരുമാനിച്ചിരിക്കുന്ന ഫീസ് 2499 രൂപയാണ്. അതായത് ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഫീല് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നല്ലൊരു ക്ലാസ് തന്നെ ഇതിനകത്ത് നിന്ന് നേടാൻ സാധിക്കും. ഇതിനൊരു ലിമിറ്റേഷനേ ഉള്ളൂ, ഇതിൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവില്ല. കാരണം 2499 രൂപയ്ക്ക് ഒരു ഇൻറ്റീരിയർ ഡിസൈനർക്ക് നൽകാവുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള നന്നായിട്ട് പഠിച്ചു വരുന്ന ആളുകളോട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും അത്. കാരണം നിങ്ങളൊരു 2 മാസം ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ആവാൻ സാധിക്കില്ല. പകരം നിങ്ങളൊരു 6 മാസമെങ്കിലും ഒരു ഇൻറ്റീരിയർ ഡിസൈൻ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സിൽ പഠിച്ച് അത്രയധികം പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ഒരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് പുറത്തു വരാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസോടുകൂടെ സർട്ടിഫിക്കേഷൻസോടുകൂടെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്ന മറ്റ് 2 കോഴ്സുകളാണ് ഇൻറ്റീരിയർ ഡിസൈൻ മാസ്റ്ററി കോഴ്സും അഡ്വാൻസ്ഡ് ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സും. 2 കോഴ്സിൻ്റെയും ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇൻറ്റീരിയർ ഡിസൈൻ മാസ്റ്ററി കോഴ്സ് ആണെങ്കിൽ 3 മാസം ക്ലാസ് ഉണ്ടായിരിക്കും.
നിങ്ങൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ചെയ്തതിൻ്റെ ഡബിൾ വർക്കുകൾ നിങ്ങൾ ഈ ഒരു മാസ്റ്ററി കോഴ്സിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇതിന് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. 1 ഇയർ നിങ്ങൾക്ക് ഡൗട്ട് സപ്പോർട്ട് അവൈലബിൾ ആണ്. 1 ഇയർ നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാനും സാധിക്കും. ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഫീ വരുന്നത് 4,999 ആണ്. 4,999 അടിച്ച് കഴിഞ്ഞാൽ 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാനും പഠിക്കാനും ഒരു കൊല്ലത്തേക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും. 3 മാസത്തേക്കുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അടുത്തതൊരു പ്രീമിയം കോഴ്സാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ ശരിയായ മാർഗം തീരുമാനിച്ചിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ അപ്ഗ്രേഡേഷനുമായിട്ട് വന്നിട്ടുള്ള കോഴ്സാണ് അഡ്വാൻസ്ഡ് ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, 6 മാസത്തെ ക്ലാസ് ഉണ്ടാവും, 1 ഇയർ ഡൗട്ട് സപ്പോർട്ട് ഉണ്ടാവും, 1 ഇയർ കോഴ്സ് ആക്സസ് ഉണ്ടാവും, വർക്കൗട്ടുകൾ കൂടുതലായിരിക്കും. ഇതിൽ 3ds Maxന് പുറമെ ലൂമിയോൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ കൂടെ ഇൻക്ലൂഡഡ് ആണ്. എന്താണ് ലൂമിയോൺ സോഫ്റ്റ്വെയർ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ലൂമിയോൺ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ 3D വർക്കുകൾക്ക് പുറമെ 3D വാക്ക് ത്രൂ വർക്കുകൾ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു 2D ഫോട്ടോയ്ക്ക് പകരം ഒരു വീഡിയോ പോലെ നിങ്ങൾക്ക് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഈ വീടിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യൻ കാണുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റിയുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ലൂമിയോൺ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇമേജ് റെൻഡർ ചെയ്യാൻ സാധിക്കും, വീഡിയോ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. വളരെ ഒരു 360 ഡിഗ്രി എക്സ്പീരിയൻസ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു കോഴ്സിൽ ആഡ് ഓൺ ആയിട്ട് വരുന്ന ഒരു സോഫ്റ്റ്വെയർ. മാത്രമല്ല അഡ്വാൻസ് കോഴ്സിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് ഓൺലൈൻ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയം നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് പീരീഡ് പോലെ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയറിന് ഒരു ബൂസ്റ്റ് നൽകുന്ന ഒരു എലമെൻറ്റ് കൂടിയായിരിക്കും. നിങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കാലം ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ ഏർപ്പെട്ടതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. 6 മന്ത് ഓൺലൈൻ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മൾ നൽകുന്നതായിരിക്കും. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സൈറ്റ് വിസിറ്റ് നമ്മൾ നൽകുന്നതായിരിക്കും. നിങ്ങളിപ്പം ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ പഠിക്കുന്നത്. നമ്മൾ പറയുന്ന മെറ്റീരിയൽസിന് പലതിനെക്കുറിച്ചും നിങ്ങൾക്ക് നേരിട്ട് പരിചയം ഉണ്ടാവില്ല, കണ്ട് പരിചയം ഉണ്ടാവില്ല. ഇത് നേരിട്ട് കാണാനുള്ളൊരു അവസരം നമ്മുടെ കമ്പനി ഒരുക്കി തരും. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഇൻറ്റീരിയർ കമ്പനിയിൽ സൈറ്റ് വിസിറ്റ് വെച്ചിട്ട് അവിടെ എങ്ങനെയാണ് മെഷീനറീസ് ഉപയോഗിച്ച് അവർ ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു കട്ടിൽ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഒരു അലമാര ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ലാമിനേറ്റുകൾ അവർ പ്രസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഫാക്ടറിയിൽ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഒരു ദിവസം സെയിം ദിവസം തന്നെ ഇൻറ്റീരിയർ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്ന ഷോപ്പുകളുണ്ട്. പ്രീമിയം ഇൻറ്റീരിയർ പ്രൊഡക്ട്സ്, ലാമിനേറ്റ്സ്, അതേപോലെ പാനലിംഗ് ബോർഡുകൾ, പ്ലൈവുഡുകൾ, മൾട്ടിവുഡുകൾ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം നേരിട്ട് കാണാനും അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ മനസ്സിലാക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ഒരു ദിവസം നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും. ഒരു ഫുൾ ഡേ നമ്മളൊരു ഇൻഡസ്ട്രിയൽ സൈറ്റ് വിസിറ്റ് പോലെ പ്ലാൻ ചെയ്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നൊരു സ്ഥാപനം വിസിറ്റ് ചെയ്യുകയും അവിടുന്ന് നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുകയും അവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയും ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കുകയും അങ്ങനെ കളർഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സാധനം ഈ ഒരു കോഴ്സിൽ നിങ്ങൾ എൻറോ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ അഡ്വാൻസ്ഡ് ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സ് എടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഫീ ഞാൻ പറയാം 9,999 ആണ്. ഫീ വലുതാണെന്ന് ഒട്ടും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് മറ്റ് ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സുകൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 3 ടൈംസും 4 ടൈംസുമാണ് ഫീ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡെഫിനറ്റ് ആയിട്ടൊരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈൻ പഠിക്കണമെങ്കിൽ നമ്മുടെ അഡ്വാൻസ്ഡ് ഇൻറ്റീരിയർ ഡിസൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും അറിയണമെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സ് ഫീയും ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നൽകുന്നതായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിൽ കാണാവുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യാനേ ഞാൻ എപ്പോഴും പറയുള്ളൂ. ഒരിക്കലും നമ്മൾ ഈ ഒരു കരിയർ ഇൻറ്റീരിയർ ഡിസൈൻ സെറ്റ് ചെയ്യാത്ത ഒരാളോട് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഡെഫിനറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യാൻ നമുക്ക് ക്ലാസ്സിൽ കാണാം.